ശ്രീ ജിൻഡോ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗം, അവരുടെ വാർത്താ സമ്മേളനം നടന്നിരുന്നു തിരുവമ്പാടി ദേവസ്ഥന്റെ. അവരുടെയൊക്കെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം, ഇത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവരുത്, സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറ്റണം, നിയമം കൊണ്ടുവരണം, നിയമസഭ തന്നെ ഈ നിയമം പാസ്സാക്കണം. ഇതൊക്കെ കാലാകാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ വിഷയം മാത്രമല്ല, ആചാരാനുഷ്ഠാനങ്ങൾ അതേ രീതിയിൽ രാജ്യത്ത് സംസ്ഥാനത്ത് നിലനിൽക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം, എല്ലാ ഇത്തരം ഇടപെടലുകളിൽ നിന്നും രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നും ഒഴിവാക്കണം. അത് എന്തുകൊണ്ടായിരിക്കാം അതിൽ ഒരു കൃത്യമായ നടപടികൾ, ഇടപെടലുകൾ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്തുണ്ടാകാത്തത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. രഞ്ജിത്തെ, അതില് ഒരു തിരുത്തല് നമ്മുടെ അതിന് മനസ്സിലാക്കുന്ന ഒരു രീതിയെ കുറിച്ച് ഞാൻ പറയട്ടെ. നമ്മൾക്ക് ഈ 8 വർഷം മുമ്പൊന്നും കേരളത്തിലെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിണറായി സർക്കാരിന്റെ കാലം മുതലാണ് ഇങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ടോ, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടോ, ആചാരങ്ങളുമായി ബന്ധപ്പെട്ടോ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു പല വിഭാഗങ്ങളിൽപ്പെട്ട വിശ്വാസങ്ങളും മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കേരളത്തിൽ ഇത്രത്തോളം ഉയർന്നു വരികയും അത് നിത്യസംഭവമായി മാറുന്നത് പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയ കാലം മുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന്റെ നയപരിപാടി എങ്ങനെയാ? ഇപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട നടത്തിപ്പിന് ഇത്തരം നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നയപരിപാടി രൂപീകരിക്കണം, അനുസൃതമായിട്ട് രൂപീകരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും ആ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾ ഒന്നിച്ചെതിർക്കുകയും അതിനനുകൂലമായിട്ട് ജനവികാരത്തെ മാനിച്ചുകൊണ്ട് സർക്കാർ നിയമം വരെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൽ ഈ തൃശ്ശൂർ പൂരം ഏതെങ്കിലും ഒരു കമ്മീഷണറുടെ നേതൃത്വത്തിൽ കുളമാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ സംസാരിച്ചു കിടന്ന ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ട് കുളമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഈ വർഷവും ചുമതല ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് അജണ്ടയുടെ ഭാഗമാണ്. കാരണം കയറൂരി വിട്ട കാളയെ പോലെ പൂരപ്പറമ്പിൽ അലമ്പുണ്ടാക്കിയ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കേണ്ടത് ആരാ? ആ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാർക്കാ? ആഭ്യന്തര വകുപ്പിനാ, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. ഉത്സവ പറമ്പുകളിൽ ആന ഇടയുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ആനകളെ കൊണ്ടുവരുന്നതിന് നിരോധനം അല്ലെങ്കിൽ തടസ്സവാദം ഏർപ്പെടുത്തുന്ന വനം വകുപ്പ് പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം തുടങ്ങി അതിൽ നിന്നും പിന്മാറുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മതമിളകുമ്പോൾ അത്ര മതമിളകിയ പോലീസ് ഉദ്യോഗസ്ഥരെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള രാഷ്ട്രീയ ബോധം, സാംസ്കാരിക ബോധമെങ്കിലും കേരളത്തിലെ സർക്കാരിന് ഉണ്ടാകണമായിരുന്നു. അതുണ്ടായില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ശ്രീരാമന്റെ കുടയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടകളൊക്കെ കാണുമ്പോൾ കേരളത്തിലെ പോലീസ് എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ഇവിടെ അമ്പലങ്ങളും പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഇത്തരം പരിപാടികളിൽ, അവരുടെ പ്രചരണം, അവരുടെ ആഘോഷ പരിപാടികളിൽ പോലീസിന് ഇത്രത്തോളം വിരളി കൊള്ളേണ്ട കാര്യം എന്താണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ശബരിമലയായിട്ട് കണക്ട് ചെയ്തത്. പിന്നെ ഈ നേരത്തെ പൂരപ്രേമി പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി കളക്ടറോട് സംസാരിച്ചോ, പോലീസ് ചീഫിനോട് സംസാരിച്ചോ, ആരോട് സംസാരിച്ചിട്ടാണ് പ്രശ്നം പരിഹരിച്ചതെന്ന് കൂടി പറയണ്ടേ? ഇത് ഈ വടകരയിലെ നുണബോംബ് പോലെ അല്ലെങ്കിൽ വ്യാജ മീഡിയ പോലെ ആളുകളുടെ ഇടയിൽ ഒരു ഇല്യൂഷൻ സൃഷ്ടിക്കുക, ഇയാൾ എന്തോ ഇടപെടൽ നടത്തി എന്നൊരു ഇല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയാണോ കാര്യങ്ങൾ? വളരെ പെട്ടെന്ന് മറുപടി. 30 സെക്കൻഡ്. അത് പാളിപ്പോയി. നാട്ടുകാർ പിറ്റേ ദിവസം തന്നെ തിരിച്ചറിഞ്ഞു.